തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ തീയതി വന്നിരിക്കുന്നത്. ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് പ്രചാരണം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏപ്രിൽ 26 എന്ന് പറയുമ്പോൾ ഒരു മാസവും 10 ദിവസമുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വിശദമായ പരിപാടി തയ്യാറാക്കും. വോട്ടർമാരെ, പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ കൂടുതൽ കാണാൻ അവസരം കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDF മുന്നോട്ട് വെക്കുന്നത്? നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ 15 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ 15 വർഷങ്ങളാണ്. ഒരു ശാസ്ത്രീയമായ ഒരു ശ്രമവും നടന്നില്ല. ജനാധിപത്യപരമായ കൂടിയാലോചനകൾ നടന്നില്ല. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, MLA മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മേയർ, മുനിസിപ്പൽ ചെയർമാൻ ഇവരൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി ഒരു അജണ്ട നിശ്ചയിക്കാൻ പോലും സാധിച്ചില്ല എന്ന അതിദയനീയമായ അവസ്ഥയാണ് കോഴിക്കോട് നേരിട്ടത്. അത് കോഴിക്കോട്ടെ ജനത സഹിക്കില്ല. ഇതിനൊക്കെ ഒരു മറുപടി അവരിൽ നിന്നുണ്ടാകും എന്നത് ഉറപ്പാണ്. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 3 ടേം 15 വർഷമായിട്ട് UDF MP ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. ജനങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാൽ ഈ മാറ്റം വരുത്താൻ നിശ്ചയമായും അവർ മുന്നോട്ട് വരും. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി എളമരം കരീം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷം കോഴിക്കോടുണ്ടായ നഷ്ടം ഇത്തവണ മറികടന്നുകൊണ്ട് LDFന് വലിയ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി കൂടിയായ എളമരം കരീം പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്.